പുതിയ ലൈൻ്റെ അകത്ത് വരുന്ന അഴുക്കാണ് ഈ കാണുന്നത്. അതായത് നമുക്ക് വെള്ളത്തിൽ അഴുക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മുടെ പുതിയ ടാങ്കാണ്. ടാങ്കിൽ അഴുക്ക് ഒട്ടും ഉണ്ടാവാൻ പാടില്ല, കാരണം ചാർജ് ചെയ്തിട്ട് അത് ദിവസമായില്ല. അതുകൊണ്ട് പുതിയ ലൈനാണല്ലോ. ഈ ലൈൻ കട്ട് ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് നോക്കിയേ, ലെയറായിട്ട് പിടിച്ചിട്ടുണ്ടോ പാടമാരെ കാണണ്ട. അപ്പോൾ കുറച്ച് ദിവസത്തെ അഴുക്കാണ് ഈ കാണുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കീഴുപ്പാടത്താണ്. വന്നേക്കുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്ന വെസൽ ഫിൽട്രേഷൻ അതിന്റെ ഭാഗമായിട്ടാണ് എത്തിക്കുന്നത്. കീഴുപ്പാടം പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് സൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, മിസ്റ്റർ സനീഷ് ജോസിന്റെ വീട്ടിലാണ് നമ്മൾ വന്നത്. ആളിവിടെ ആള് പുറത്താണ് വർക്ക് ചെയ്യുന്നത്, UK അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് മേലെയാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെറസിന്റെ മേലെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ എല്ലാം നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുത്തത് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കാറ്റലോഗ്സ്, കാർബൺ, സപ്പോർട്ടിംഗ് മീഡിയ, മാഗ്നീഷ്യം ഡയോക്സൈഡ് അതെല്ലാം ഉണ്ട്. അതുപോലെ പ്ലംബിങ്ങിന്റെ സാധനങ്ങളും, അതുപോലെ നമ്മുടെ 1354 വെസലും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. അതേ ടാങ്ക് എന്ന് പറയുമ്പോൾ 1250 ടാങ്കാണ്, 1250 ലിറ്റർ ടാങ്ക്. ഇറങ്ങി വന്നിരിക്കുന്ന ലൈൻ എന്ന് പറയുമ്പോൾ 2 ഇഞ്ചിന്റെ ലൈനാണ്. അപ്പോൾ 2 പോയി 1.5 ആക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട് ഗ്രാവിറ്റി. അപ്പോൾ നമ്മളിത് ഇവിടെയാണ് വെസൽ നമുക്ക് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നേരെ ഇന്ന് കൊടുത്ത് ഔട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്ട. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മഴ ചിലപ്പോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വർക്ക് പെട്ടെന്ന് തീർക്കണം. അപ്പോൾ നേരെ നമുക്ക് വർക്കിലേക്ക് ബൈ. കണ്ട പുതിയ ലൈനാണ്. നോക്കിയേ, 2 ദിവസമായിട്ടുള്ളൂ. കാണാൻ പറ്റണ്ട, അഴുക്ക് കാണാൻ പറ്റണ്ട, ലെയറായിട്ട് കണ്ട. പുതിയ ലൈൻ്റെ അകത്ത് വരുന്ന അഴുക്കാണ് ഈ കാണുന്നത്. അതായത് നമുക്ക് വെള്ളത്തിൽ അഴുക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മുടെ പുതിയ ടാങ്കാണ്. ടാങ്കിൽ അഴുക്ക് ഒട്ടും ഉണ്ടാവാൻ പാടില്ല, കാരണം ചാർജ് ചെയ്തിട്ട് അത് ദിവസമായില്ല. അതുകൊണ്ട് പുതിയ ലൈനാണല്ലോ. ഈ ലൈൻ കട്ട് ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് നോക്കിയേ, ലെയറായിട്ട് പിടിച്ചിട്ടുണ്ടോ പാടമാരെ കാണണ്ട. അപ്പോൾ കുറച്ച് ദിവസത്തെ അഴുക്കാണ് ഈ കാണുന്നത്.
കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വെസലിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. പൈപ്പ് ലൈൻ്റെ വർക്കും അതുപോലെ തന്നെ മീഡിയ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിനി അടുത്തത് ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കണം. അതിനൊപ്പം തന്നെ നമുക്ക് പ്രഷർ ബാക്ക് വാഷ് കൂടി കൈയോടെ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ബാക്ക് വാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെസലിലേക്ക് വരുന്ന ഇൻലെറ്റ് വാൽവ് അടഞ്ഞ് കിടക്കുന്നത്. നമുക്ക് ബാക്ക് വാഷിൻ്റെ പ്രഷർ ബാക്ക് വാഷിൻ്റെ അതിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് മേലോട്ടുള്ളത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് മൊത്തം ഇങ്ങോട്ട് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ വെസലിലേക്ക് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പച്ച ഹോസിലിപ്പോൾ വരും അഴുക്ക്. എല്ലാവർക്കും കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലൈനും ചാർജ് ചെയ്തു. ബാക്ക് വാഷ് കഴിഞ്ഞു, നോർമലൈസ് ചെയ്തു, നമ്മൾ ലൈൻ ചാർജ് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് കാണിച്ചു കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് വെള്ളം. നല്ല ക്വാളിറ്റി ഇതാണ്, കാണാൻ പറ്റണമെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ അടിഞ്ഞ് കൂടിയിരിക്കുന്ന അയൺ. ഒരു കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മുടെ ടാങ്ക് വെച്ചിട്ട്, അതേ ദിവസമായിട്ടില്ല. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ എല്ലാം പുതിയതാണ്. പഴയ ലൈനിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് മൊത്തം അങ്ങോട്ട് പോയിട്ട് താഴത്താണ് ലൂപ്പിംഗ് വേണത്. അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ പുതിയ ലൈനിലാണ് കട്ട് ചെയ്തത്, നമ്മുടെ ഔട്ട്ലെറ്റും കൂടെ പിടിപ്പിക്കാനായിട്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ പൈപ്പ് ലൈൻ്റെ അകത്ത് ചെറിയ രീതിയിൽ അയൺ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് വെള്ളത്തിൽ എന്തോ അയൺ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അയണിൻ്റെ പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെ pH അഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസാണ്. അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ളൊരു ഫിൽട്രേഷൻ നമ്മൾ കൊടുത്തേണ്ടത്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മളിവിടെ നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ധൈര്യമായിട്ട് ബന്ധപ്പെടാം. കേരളത്തിൽ എവിടെയായാലും അഫോർഡബിൾ പ്രൈസിന് നമ്മളത് റെഡിയാക്കി തരുന്നതാണ്. നമുക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ വാട്ടർ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ദൂരദേശങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത്, അതായത് ദൂര സ്ഥലങ്ങൾ, എറണാകുളവും തൃശ്ശൂരാണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങളുടെ വെള്ളം നമ്മൾ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള ഫിൽട്രേഷൻ ആയിക്കോളും നമ്മൾ വെക്കുന്നത്. ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ ദയവായി നിങ്ങൾ ലാബ് റിപ്പോർട്ടും കൂടി എനിക്ക് സെൻഡ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ ലാബ് ടെസ്റ്റ് അയച്ചു തരിക. എന്നിട്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ ഞാൻ സജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കത് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് റിവ്യൂ എടുക്കാൻ നിർവാഹമില്ല. കാരണം നമ്മുടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ സനീഷ്, മിസ്റ്റർ സനീഷ് ഇവിടെ ഇല്ല. ആൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. മാതാപിതാക്കൾ അവിടെ ഉള്ളത്. അവർ കുറച്ച് പ്രായമായവരാണ്. മേലോട്ട് വരാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളാം. വെയിലായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം നീങ്ങണം. വെയിലും മഴയുണ്ട്. അതാണ് കണ്ണൊക്കെ മര്യാദ തുറക്കാൻ പറ്റാത്തത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.